ഈ ഒരു ചേട്ടനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തലയിലൊരു കൊട്ടയ്ക്കകത്ത് ഈ മിക്ചറ്, പക്കാവട, കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി, പിന്നെ പപ്പടം, അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി വിൽക്കുന്ന ഒരു ചേട്ടനാണ്. ഞങ്ങളുടെ വീട് അടച്ചിട്ടിരിക്കുന്ന വീടായതുകൊണ്ട് ഞാൻ ഇതുവരെ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ആൾ കയറി വന്നു. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് മുറുക്കും 1 പാക്കറ്റ് തേൻമുട്ടായും വാങ്ങിച്ചു. കുറച്ച് ദിവസമായിട്ട് മമ്മി പറയുന്നുണ്ട് അരിയുണ്ട ഉണ്ടാക്കാമെന്നുള്ളത്. അരിയുണ്ടല്ല, ഉലോസുണ്ട്. അപ്പോൾ അതിനുള്ള തേങ്ങാ ചിലവ് വേണം. ഞാൻ തിരുമ്മി മടുത്തപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആൻറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചീച്ചാൻ കുറച്ച് ചാമ്പയ്ക്ക കൊണ്ടു തന്നു. ഇതൊക്കെ ചെറുപ്പകാലത്ത് 1 കിലോ ഉണ്ടെങ്കിലും കഴിക്കരുത്. ഇപ്പോൾ ഈ ചാമ്പയ്ക്കൊക്കെ കണ്ട എന്തോ ഒരു വെറുപ്പ് പോലാണ്. പിന്നെ തേങ്ങ ഒക്കെ തിരുമ്മി കഴിഞ്ഞപ്പോൾ തന്നെ മമ്മി അരിപ്പൊടിയും തേങ്ങയും കുറച്ച് ഉപ്പും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനിടയ്ക്ക് ഞാൻ ഒരു 1 കിലോ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അടുപ്പിലുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വെളിയിലൊരു ഷെഡുണ്ട്, അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് ഇനി ഇത് വറുത്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിയുണ്ട്, മമ്മിയുണ്ട്. എനിക്ക് ഈ പരിപാടി അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നോക്കി നിൽക്കുവാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സാധനം ആയതുകൊണ്ട് ഇവരുണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയുടെ ഒരു കൈ കഴിച്ചപ്പോൾ ഞാനും കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ പണികളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഉരുക്കാൻ വെച്ച ആ ഒരു ശർക്കര ഉരുകിയിട്ടുണ്ട്. അത് ഞാനൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ കറക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാൻ മമ്മി പറഞ്ഞു. അപ്പോൾ ഞാനത് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുവാണ്. പൊടിച്ചതിന് വീണ്ടും മമ്മി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തു. പിന്നെ ആണെങ്കിൽ ഈ ശർക്കര ഉരുക്കിയത് ആ ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു നൂൽ പരുവം എന്ന് പറയത്തില്ല, കയ്യിലൊട്ടുന്ന പരുവമായി കഴിഞ്ഞപ്പം ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ ഓരോ ഉരുളകളാക്കിയിട്ട് ചൂടോട് ഉണ്ട പിടിച്ചെടുത്തു. അപ്പോൾ നല്ല അടിപൊളി അവലോസുണ്ട് റെഡി. ഇത് എനിക്ക് ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കുറച്ച് ഏറെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.